എന്താ ചാരു മുഖം വാടിയിരിക്കുന്നത്? ഒരു കരഞ്ഞ ലക്ഷണം ഉണ്ടല്ലോ കണ്ടിട്ട്. ദേ സന്തോഷമായിട്ട് ഇരിക്കേ. അപ്പച്ചിയും മാമനൊക്കെ ഇപ്പൊ ഒരുമിച്ച് ഹാളിലേക്ക് പോയിട്ടുണ്ട്. ആദ്യം അവരെത്തണമല്ലോ എല്ലാവരെയും സ്വീകരിക്കാനായിട്ട്. അമ്പലത്തിനകത്തായതുകൊണ്ട് വധൂവരന്മാർക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് പാർട്ടിയുടെ ഫ്ലെക്സ് വെക്കാൻ പറ്റിയില്ല. അത് പോട്ടെ. അല്ല, എവിടെയാ സഞ്ജന? മേക്കപ്പ് തുടങ്ങണ്ടേ? അല്ല, സമയം ഇനിയുണ്ട്. ഈ സാരിയൊക്കെ ഉടുത്തിട്ടാണോ മേക്കപ്പ് ചെയ്യുന്നത്, അതോ തിരിച്ചാണോ? ആ രമേശ് ചേട്ടൻ ഇവിടെ നിൽക്കുകയാണോ? കരയോഗത്തില് പണിക്കര മാമൻ അന്വേഷിക്കുന്നുണ്ട്. ഏറ്റ കാര്യമൊക്കെ മറന്നോ? എന്ത്? കല്യാണത്തിനുള്ള ഹാരം കൊണ്ടുവന്നോ? അതൊക്കെ ആകാശിന്റെ ഡിപ്പാർട്ട്മെന്റാ. എനിക്കിതേ ഈ മുല്ലപ്പൂ ചൂടാനുള്ള ലേഡീസിന്റെ ഡിപ്പാർട്ട്മെന്റാ. പിന്നെ നിങ്ങൾ പെട്ടെന്ന് റെഡിയാവും. ഞാൻ പോയി ബാക്കിയുള്ളതും സെറ്റാക്കിയിട്ട് വരാം. ചേച്ചി എന്തായാലും ഒരുങ്ങാതെ നിൽക്കുന്നേ? ഇന്നലെ അമ്മയോട് ഞാൻ എന്നെ സാരി ഉടുപ്പിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അമ്മ അതൊക്കെ മറന്നിട്ട് പോയില്ലേ? ചേച്ചി ഇപ്പോഴും ഇന്നലെ കണ്ട സ്വപ്നം ഓർത്തിരിക്കുവാണോ? അതൊരു സ്വപ്നമായിരുന്നെന്ന് എനിക്ക് തോന്നിയില്ല കല്ലു. അമ്മ എന്നെ മടിക്കിടത്തി ഉറക്കിയെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അമ്മയില്ലാത്തവർക്ക് അതിന്റെ സങ്കടം മനസ്സിലാവുള്ളൂ. അമ്മ ഉണ്ടായിട്ടൊന്നും കാര്യമില്ല ചേച്ചി. നല്ല സ്വഭാവവും മക്കളോട് സ്നേഹമൊക്കെ ഉള്ള അമ്മ വേണം. എന്റെ അമ്മയെ പോലെ ഒരു അമ്മയെ ശത്രുക്കൾക്ക് പോലും കൊടുക്കല്ലേ എന്റെ ദൈവമേ. അത് പറഞ്ഞപ്പോഴോർത്ത് ചിറ്റയൊന്ന് കാണണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇതുവരെ ഇങ്ങോട്ട് വന്നില്ല. ഇനിയിപ്പോ സഞ്ജന വന്ന് മേക്കപ്പ് തുടങ്ങിയ പിന്നെ സംസാരിക്കാനും പറ്റില്ല. നീ ചെന്ന ചിറ്റയോടെ ഞാൻ അന്വേഷിക്കുന്നെന്ന് പറ. അത്യാവശ്യം. ചേച്ചി നിന്നിപ്പോ അമ്മയെ കാണുന്നേ? നല്ല കാര്യം നടക്കുന്നതിന് മുമ്പേ നല്ലവരെയാണ് കാണണ്ടേ. അമ്മയെ കണി കണ്ടു കഴിഞ്ഞാ ഇന്നത്തെ ദിവസേ പോക്ക. നിനക്ക് ഞാൻ പറഞ്ഞൊന്ന് കേൾക്കാൻ പറ്റോ?